കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചെല്ലുമ്പോൾ മരുന്ന് കിട്ടുന്നില്ല. നികുതി പിരിവിൽ ദയനീയമായ പരാജയം. അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി വളർന്നു വരുന്നു എന്നുള്ളൊരു അപകടം വല്ലാതെ മണക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. എന്തിനാണെന്നറിയാം? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം. നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 10 വർഷം നമ്മൾ സഹിച്ച് മടുത്ത് മുടിഞ്ഞ ഒരു ഭൂതത്തെ നമ്മൾ ഒഴിപ്പിച്ച് വിട്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ തുടങ്ങി മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിയും പിടിയും വലിയും ഒക്കെ. ഇപ്പം ഇവരെല്ലാം ഇനിഷ്യലി വെച്ചിട്ടാണ് 2 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് 3 പേരെയും പറയുന്നത്. രമേശ് ചെന്നിത്തല RC, രമേശ് ചെന്നിത്തല VT സതീശൻ VT, KC വേണുഗോപാൽ KC. ഈ 3 ലെറ്റേഴ്സ് കടന്ന് അമ്മാനമാണ് 3നെയും വിളിപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് അങ്ങോട്ട് ഡൽഹിയിലോട്ട്. നാണമില്ലേ എന്ന് ചോദിക്കുന്നത് ഞാൻ KC വേണുഗോപാലിനോടാണ്. ഒരാള് ഇത്രയും സഹിച്ച് ഇരുന്ന് അത്രയും ബുദ്ധിമുട്ടി ഈ 5 വർഷക്കാലം പ്രതിപക്ഷത്ത് നിന്ന് അയാൾ എന്തൊക്കെയോ ആക്കിയെടുത്തു. ഒരു ചണ്ടി പോലെ ആയിരുന്ന കോൺഗ്രസിന്, അതായത് ഈ കരിമ്പ് ന്യൂസ് ഒക്കെ അടിച്ചിട്ട് ചണ്ടി പോലെ എന്നുള്ള പദപ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട്. അമ്മാതിരി ആയിരുന്ന ഒരു കോൺഗ്രസിനെ ഇപ്പൊ ഇമാതിരി ആക്കിയെടുത്ത അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് പോഡ്കാസ്റ്റുകൾ നന്നായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വിഷയം കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല വ്യക്തമായിട്ട് പറഞ്ഞ വ്യക്തിയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയ നന്നായിട്ട് കൈകാര്യം ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ യുവജനങ്ങളുടെ വോട്ട് അദ്ദേഹം വാങ്ങിച്ചെടുത്തത്. പക്ഷെ എന്നാൽ പോലും ഒരു മത്സരത്തിൽ പോലും മത്സരിക്കാത്ത KC വേണുഗോപാൽ എന്തിനാണ് ഇതിന്റെ ഇടയിൽ കയറി പെടാപ്പാട് പെടുന്നത്? അപ്പൊ എനിക്കാരും KC വേണുഗോപാൽ കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ബൈറ്റ്സ് ഉണ്ടാവും നമുക്ക് കണ്ടിട്ട്. എന്നോട് മുൻപ് ചോദിച്ചതാണ്, ഞാൻ ഉത്തരവും പറഞ്ഞതാണ്. ഞാൻ കൃത്യമായിട്ടും പറയും. ഇപ്പൊ ഒറ്റ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടം ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ചർച്ചകളിൽ എൻ്റെ പേരും കൂടെ പരാമർശിക്കപ്പെടാറുണ്ട്. ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ബേസിക്കലായിട്ട് അവിടെയാണ് എൻ്റെ വിഷയം. ഞാൻ ബേസിക്കലായി കേരളത്തിന്റെ റൂട്ടിൽ ജനിച്ച് വിദ്യാർത്ഥിയായിരിക്കും മുതൽ അടികൊണ്ട് കൃഷികൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞ 48 വർഷമായിട്ട് ഞാൻ കേരളത്തിലെ പൊതുജീവിതത്തിലുണ്ട്. ഓരോ നിലയിലും പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ പറന്നിറങ്ങി വരേണ്ട ഒരാളൊന്നും. എന്റെ നിലപാടിൽ കൃത്യമായി പറയും, എനിക്ക് എന്റെ പാർട്ടിയാണ് ഏറ്റവും വലുത്. ഒരാഗ്രഹം അത്തരത്തിലില്ല. ഇന്നതാവണം എന്നുള്ള ആഗ്രഹമില്ല. അപ്പൊ എന്റെ പേര് ഇതിനകത്ത് വലിച്ചു വെക്കാനുള്ള ഉദ്ദേശം തന്നെ ഇങ്ങനെ വേറെന്തെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ താങ്കൾ ചോദിച്ചല്ല പറയുന്നത്. അത് നമുക്ക് നന്നായിട്ട് ബോധിച്ചു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലേശം ഉളുപ്പുണ്ടെങ്കിൽ നല്ല മുതിർന്ന നേതാവ് അല്ലെങ്കിൽ പക്വതയുള്ള ഒരു നേതാവ് എന്നുള്ള ഒരു ബോധ്യം KC വേണുഗോപാലിനുണ്ടെങ്കിൽ ആ VT സതീശൻ ആയിക്കോട്ടെ, അദ്ദേഹം അല്ല ഇത്രയും നാൾ ഇതിനെ പടപൊരുന്ന് നയിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞ വർഷം 4/2/2025 ഏഷ്യാനെറ്റിൽ കൊടുത്ത ബൈറ്റ്സ് ആണ് ഗൈസ്. അപ്പൊ അന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഇന്ന് മാറ്റി പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറട്ടെ, ഈ VT സതീശന് ഞാൻ കണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരിക്കലും ഇന്ന് വരെ ഇതുപോലെ മാറ്റി പറഞ്ഞില്ല. അപ്പൊ KC വേണുഗോപാലിനെ സംബന്ധിച്ച് തന്നെ 1 വർഷം തികയുന്നതിന് മുമ്പ് ഇങ്ങനെ മാറ്റി പറഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെ നമ്മൾ ഈ 5 വർഷം നമ്മൾ എങ്ങനെ ഇദ്ദേഹത്തെ വിശ്വസിക്കും? ഇന്ന് പറയുന്നല്ല നാളെ പറയുന്നത്. ഇദ്ദേഹം ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും നടക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു തീരുമാനമേ ഇല്ലെന്ന് പറഞ്ഞത് ഇപ്പൊ കൈയും കെട്ടി മാറുന്നത്. ഇപ്പൊ തൂണും ചാരുന്ന പെണ്ണും കൊണ്ട് പോകുന്ന അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള ഇതാണ്. ഇതൊരു VT സതീശൻ എടുത്ത ഒരു ഉറച്ച തീരുമാനം, നിലപാടുകളൊക്കെ വളരെ കൃത്യമാണ്. നമുക്കറിയാം PV അൻവറിനെ പോലുള്ള ഒരാള് ഇടഞ്ഞു നിന്ന കൊമ്പനെ ഒതുക്കിയ ഒരു മനുഷ്യനാണ് VT സതീശൻ. മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞു, വേണ്ട ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വാക്കിന് അടിവരയിട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉറപ്പിച്ചാൽ അത് ഉറപ്പിച്ചായിട്ട് നടന്ന അത് കാര്യങ്ങൾ നടത്തേണ്ടടുത്ത് കുറിക്കൊള്ളേണ്ട മറുപടി കുറിക്കന്നെ കൊള്ളേണ്ട, എടുക്കേണ്ട തീരുമാനം കടുത്തതാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാണിച്ചവനാണ് VT സതീശൻ. അതിലൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വളരെ നമുക്ക് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴും VT സതീശൻ എന്താണ് പറഞ്ഞത്? ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാളെ എടുത്ത് പുറത്ത് കളഞ്ഞപ്പോൾ എനിക്ക് അതുപോലെ മനം നൊന്നിട്ടാണ് ഞാൻ കളഞ്ഞത്. പക്ഷെ അത് ഞാൻ ഇപ്പൊ ഓർക്കുമ്പോഴേക്കും അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ ഇലക്ഷൻ സമയത്ത് ചിലപ്പോൾ നമ്മൾ വെച്ചിരുന്നത് അത് ഇത്രയും വോട്ട് പിടിക്കാൻ സഹായിക്കത്തില്ലായിരുന്നു. പക്ഷെ രാഹുൽ അവിടെ പുറത്ത് നിന്നുകൊണ്ട് കളികൾ കുറെ കളിച്ചു. അതായത് CPM-ന് എതിരായിട്ട് കുറെ പടപൊരുതി. അതൊക്കെ വളരെ വളരെ മനോഹരമായിട്ടായിരുന്നു. അപ്പൊ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കും. ഇനി 2-2.5 മാസത്തിനകം രാഹുൽ മാങ്കൂട്ടം ബാക്ക് ടു കോൺഗ്രസിലോട്ട് തിരിച്ചു വരും. അതിനുള്ള പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കടുത്ത പല നിലപാടുകൾ എടുത്ത മനുഷ്യനാണ്. നൊണേഷൻ ഒക്കെ വരെ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും പതറാതെ നിന്ന് സ്റ്റണ്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരുപാട് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിന്റെ ചെറിയ ഒരു ഭാഗങ്ങൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലിപ്പ് ഇവിടെ പിൻ ചെയ്ത് വെക്കാം. കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചെല്ലുമ്പോൾ
മരുന്ന് കിട്ടുന്നില്ല. നികുതി പിരിവിൽ ദയനീയമായ പരാജയം. അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി വളർന്നു വരുന്നു എന്നുള്ളൊരു അപകടം വല്ലാതെ മണക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. ഏതിനാണെന്നറിയാം? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം. ഇൻഎഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക്കൽ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. സ്റ്റേറ്റ് കടക്കണിയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് സൊല്യൂഷൻ? ഒരു വീടിന്റെ പ്രയോറിറ്റി നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതുപോലെ ഒരു നാടിന് പ്രയോറിറ്റി ഇല്ലേ? വ്യക്തമായ പ്ലാനുകൾ ഉണ്ട് എങ്കിൽ അതിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ. അവർ ഫെയിൽ ചെയ്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ട്. കേരളത്തിന് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കണം. കേരളത്തിന്റെ ചീത്തപ്പേര് മാറ്റിയെടുക്കണം. 3 കൊല്ലം കൊണ്ട് തീരേണ്ട ഒരു പ്രോജക്ട് 10 കൊല്ലം കൊണ്ട് തീരില്ല. തീരാൻ നേരത്ത് 100 കോടി രൂപയുടെ പ്രോജക്റ്റിന് 250 കോടിയാവും. ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. പ്രൈവറ്റ് സെക്ടറിലെ ഒരു കമ്പനിക്ക് അത് പറ്റും. കുറവുള്ളത് കമ്മിറ്റ്മെന്റ് ആണ്. ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാകണം, പ്ലാൻ ഉണ്ടാകണം, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന് ഐഡിയാസ് ഉണ്ടാകണം, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, സിസ്റ്റം ഉണ്ടാകണം. MLA-മാർക്ക് ട്രെയിനിങ് കൊടുക്കണം, മന്ത്രിമാർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരെ പ്രൊഫഷണൽ ആക്കണം. നമുക്ക് വിചാരിച്ചാൽ ഇന്ത്യയിലെ നമ്പർ 1 സെക്രട്ടേറിയറ്റ് ആക്കി ഈ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് മാറ്റി. 2026 ഇലക്ഷൻ ആര് വിജയിക്കും? ഞാൻ സാധാരണ ഇത്രയും തുറന്ന് സംസാരിക്കും. വൈ എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ VT സതീഷിനെ ഈ യുവജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം. ഇദ്ദേഹത്തിന്റെ ഓരോ ആൻസറിനും, ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളിനും മൂല്യമുണ്ട്. യുവജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ഇനി നാളത്തെ കേരളം എങ്ങനെ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്, അതിനുള്ള വ്യക്തമായ ആൻസർ VT സതീഷിനുണ്ട്. അതുകൊണ്ട് ഈ ഒരു പവറും ഈ ഒരു വാക്കും ഈ ഒരു വിഷനും കണ്ടിട്ടാണ് നമ്മൾ VT സതീഷിനെ പോലെ ഒരാള് മുഖ്യമന്ത്രിയായിട്ട് വരണം, അദ്ദേഹത്തിന് അതിനുള്ള പവർ ഉണ്ട്, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ആക്കിക്കൊണ്ടാണ് നമ്മൾ VT സതീശൻ മതി എന്ന് പറഞ്ഞത്. അതേസമയം KC വേണുഗോപാൽ MD ആയിരുന്നു. ഈ MD ആയിട്ടിരുന്നിട്ട് എന്ത് ചെയ്തു, കോൺഗ്രസിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു തന്നാൽ വളരെയധികം നന്നായിരുന്നു. പക്ഷെ എന്റെ അറിവിൽ എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തക്ക വണ്ണം എനിക്ക് ഇദ്ദേഹം എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇത്ര അടുത്ത് നിന്നിട്ട് കേരളത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ ഈ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്? ഇതൊക്കെ തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, KC വേണുഗോപാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കമാൻഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. ഈ പല സംസ്ഥാനങ്ങളിലും പോയി ഇതുപോലെ മന്ത്രിസഭ രൂപീകരിക്കാനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ നടക്കുന്ന ആൾക്ക് ഈ കോൺഗ്രസിൽ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ഷൻ സമയത്ത് പല സ്ഥാനാർത്ഥികളെ പട്ടികയിൽ ലിസ്റ്റ് ചേർത്തത് ഈ KC വേണുഗോപാലാണ്. അപ്പം എല്ലാവർക്കും അതിനൊരു നന്ദി പ്രകടനം മാത്രമാണ് KCയോടുള്ളത്. പല MLA-മാർക്കും നന്ദി പ്രകടനം മാത്രമാണ്, ഒരു കടപ്പാട്. അതുകൊണ്ടാണ് പല MLA-മാരും KCയുടെ പേര് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം എത്ര MLA-മാര് KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല VT സതീഷിനെയൊക്കെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞ് ലിസ്റ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു ലിസ്റ്റ് അത് മറച്ചു പിടിക്കേണ്ട രീതിയിൽ മറച്ചു പിടിക്കാത്തതിന്റെ കാര്യം കൊണ്ട് സോഷ്യൽ മീഡിയ കറങ്ങുന്നുണ്ടായിരുന്നു. അതൊരു പത്രമാധ്യമ പ്രവർത്തനം അത് ഫോട്ടോ എടുത്ത് മൊത്തം പബ്ലിഷ് ആക്കി. അതിൽ ഭൂരിഭാഗം, ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, ഭൂരിഭാഗം KC വേണുഗോപാലിന്റെ പേരാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഇതിങ്ങനെ അല്ലായിരുന്നു എടുക്കേണ്ടത്. ഇത് നേരിട്ട് വന്ന് MLA-മാരോട് നേരിട്ട് വന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം KC വേണുഗോപാലുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഈ ഒരു ആരാകണമെന്ന് ചോദിച്ചറിയാൻ വന്നത്, കേന്ദ്രത്തിൽ നിന്ന് വന്നത്. അത് കാരണം MLA-മാര് വേറെ ആരെങ്കിലും BTD അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് KC വേണുഗോപാലിന്റെ ചെവിയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഹൈക്കമാൻഡിൽ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ച് ഈ KC ഇപ്പം ഇതുപോലെ പല സംസ്ഥാനങ്ങളും ഇതുപോലെ മന്ത്രിസഭ രൂപീകരിക്കാൻ പോകുന്ന വ്യക്തിയാണ്, ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ KC വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം ഒഴിയും. അപ്പൊ ആ സ്ഥാനത്തോട്ട് വേറെ ആൾക്ക് വരാം. അങ്ങനെ ഒരു പദ്ധതി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ഇനി MLA-മാര് പേടിച്ചിട്ടാണ്. KC അറിയും, KCക്ക് അത്ര ഒരു പിടിപാടും ബന്ധങ്ങളും ഹൈക്കമാൻഡുമായിട്ടുണ്ട്, അത് തങ്ങളെ മോശമായിട്ട് ബാധിക്കും, അതൊരു കുടിപ്പകയായി മാറും എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ KC വേണുഗോപാലിന്റെ ഈ പേര് പല MLA-മാരും നിർദ്ദേശിച്ചത്. നേരെ മറിച്ച് ഇത് ഇങ്ങനെയല്ല, ഒരു രഹസ്യ വോട്ടെടുപ്പായിരുന്നെങ്കിൽ പലപ്പോഴും KCയുടെ പേര് ഇത്രയും 40-45 MLA-മാര് ശുപാർശ ചെയ്തില്ല. അവിടെ VT സതീശൻ വരുമായിരുന്നു, രമേശ് ചെന്നിത്തല വരുമായിരുന്നു. KCക്ക് ഇത്ര ആൾക്കാരും വരത്തില്ല. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത ആള് വരെയാണ് KC വേണുഗോപാലിന്റെ പേര് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് VT സതീശനുമായിട്ട് അടുത്ത് നിന്നവരും എല്ലാം കുതികാലി വിട്ടിട്ട് KCയുടെ പേര് പറഞ്ഞേക്കാണ്. പക്ഷെ ജനങ്ങളുടെ ആഗ്രഹം VT സതീശനാണ്. നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളുടെ താല്പര്യമല്ലേ സാർ നമ്മൾ നോക്കേണ്ടത്, അല്ലാണ്ട് കേവലം MLA-മാരല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഉറപ്പുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ VT സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതിയിട്ട് പല ആൾക്കാരും, അതായത് തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള CPM-ന്റെ കോട്ട ഉൾപ്പെടെയുള്ള ആൾക്കാര് ഈ
ഈ VT സതീശന്റെ പേരിൽ ഒരു കുറച്ചധികം വോട്ട് കൊടുത്തിട്ടുണ്ട്, മാറ്റി കുത്തിയിട്ടുണ്ടായിരിക്കും കോൺഗ്രസിന്. അതൊക്കെയാലും മറക്കരുത്. അപ്പൊ ജനവികാരം മറന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2031 വരാനിരിക്കുന്ന സംഭവത്തിന് വളരെ വില കൊടുക്കേണ്ടി വരും. ആ ഇലക്ഷന്, നിയമസഭ ഇലക്ഷന് വളരെ വലിയൊരു വില കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, KC വേണുഗോപാലോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസമാധാനത്തോടെ എന്തെങ്കിലും ആ സീറ്റിൽ നേരെ ചൊവ്വ ഒന്ന് ഇരുന്ന് ഉറപ്പിച്ച് ഭരിക്കാൻ പറ്റുമോ? ഉളുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ടോ സാർ? ചോദിച്ചു പോവാണ്, ഉളുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ടോ? പോട്ടെ, ഇതിപ്പം ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്കാ, ഇപ്പം KC വേണുഗോപാലിനല്ല, രമേശ് ചെന്നിത്തലയ്ക്കാണ് നമുക്ക് ഓക്കെ പറയാം, ചാണ്ടി ഉമ്മനാണെങ്കിൽ നമുക്ക് ഓക്കെ പറയാം. കാരണം എന്താണ്, ഇവര് നിയമസഭാ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പോട്ടെ, സാരമില്ല, VT സതീശാണെങ്കിലും പോട്ടെ, ഇത് മത്സരിച്ചാണെന്ന് പറയും. ഇത് ഒന്നിനും ഇല്ലാണ്ട് മാറി നിന്നിട്ട് കയ്യും കെട്ടി നിന്നിട്ട് വേണ്ട ഇപ്പൊ തന്നെ കുറ്റിയും പറിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് വന്നേക്കുന്നു ഈ 102 സീറ്റ് പിടിച്ചപ്പോഴത്തേക്ക്. ആ VT സതീശൻ എന്ന് പറഞ്ഞ ആൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മാൻ, അത്രയധികം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ക്ലിപ്പ് തന്നെ വെച്ചപ്പോൾ നിങ്ങൾക്ക് എന്നെ കാട്ടോട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ അദ്ദേഹത്തിന്റെ വിഷനും കാര്യങ്ങളും. ഇതുകൊണ്ടാണ് യുവജനങ്ങൾ, ഞങ്ങളെപ്പോലുള്ള യുവതലമുറ പറയുന്നത് VT സതീശനെ ഒരു 5 വർഷം എന്നാണ് മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ കഴിവുകൾ ഒന്ന് ഇവിടെ പ്രകടിപ്പിച്ചോട്ടെ. നമുക്കും ആഗ്രഹമുണ്ട് നല്ലൊരു കേരളം, ഇന്ത്യയിലെ നമ്പർ 1 കേരളം ആകണമെന്ന്. അതുപോലെ തന്നെ GSTPയുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് 5ാമത്തെ സ്ഥാനത്താണ് ഇന്ന് കേരളം നിൽക്കുന്നത്. കടക്കണിയിലാണ്, 37% ഡെപ്റ്റിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. അപ്പം അതൊക്കെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും 30% നിൽക്കുമ്പോൾ കേരളം മാത്രമാണ് 37% പോകുന്നത്. അപ്പം ഈ GDSPക്ക് ഒക്കെ അത്രയും അത്രയും നമുക്ക് ഗ്രോത്ത് കൂട്ടിക്കൊണ്ട് വരണം. അതിനൊക്കെ ഉള്ള ഒരു ഐഡിയ പറയാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് VT സതീശൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് VT സതീശനെ ചിലപ്പം ഒരു ഉപമുഖ്യമന്ത്രിയായിട്ട് തേച്ച് കളയാനുള്ള എല്ലാ ഒരു പരിപാടിയും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. എന്തിനാണ് ഹൈക്കമാൻഡ്, ജനങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കില്ല. ജനങ്ങളുടെ ആഗ്രഹം VT സതീശനാണ്. കാരണം അദ്ദേഹത്തിന്റെ വിഷനും കാര്യം ഞാൻ എന്തിനാണ് പറഞ്ഞു ദീർഘിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.